ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് UK ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് എലൻ വാലി. ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തത് ഒരു ഡേ ട്രിപ്പ് പോലെയാണ്. മോർണിംഗ് ഞങ്ങൾ ഒരു 10:30 ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി. ബർമിംഗ്ഹാം ടു വെയിൽസ് ആയിരുന്നു. ഗൂഗിൾ മാപ്പ് പറഞ്ഞത് പ്രകാരം 2.5 hours ആയിരുന്നു ട്രാവൽ. ഞാൻ ട്രിപ്പ് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പോകുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ പോകുന്ന സ്ഥലത്ത് എത്രമാത്രം നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളത്. എന്നെ സംബന്ധിച്ച് കുറേ സ്ഥലം കവർ ചെയ്യുന്നതിനേക്കാളും ഞാനൊരു സ്ഥലത്ത് എത്തിയാൽ അത് നന്നായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇച്ചിരി കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ വെയിൽസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് ഫുൾ നല്ല ഭംഗിയാണ്. നമ്മുടെ മൈൻഡൊക്കെ ഫുള്ളാവും അത് കാണുമ്പോൾ തന്നെ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതൊന്നല്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ഡാമിൻ്റെ ഒരു പിക്ചർ കണ്ടിട്ട് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഞാൻ പോയതാണ്. പക്ഷേ ഇത് പോകുന്ന വഴി മൊത്തം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞങ്ങളിവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ പാർക്ക് ചെയ്ത് ഇറങ്ങി കാണാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ നമ്മൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഫുൾ നമുക്ക് സൈഡ് റോഡിൽ പോകുമ്പോഴത്തേനും നമ്മുടെ സൈഡിൽ ഫുൾ നമുക്ക് കാണാം അവിടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ തോടുകളൊക്കെ കാണില്ലേ, അതുപോലെയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോയി. ഇറങ്ങുമ്പോഴത്തേനും നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം, കാരണം നമ്മൾ പുല്ലാന്ന് വിചാരിച്ച് ചവിട്ടുമ്പോഴത്തേനും അതിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമായിരിക്കും. നമ്മുടെ കാല് ഫുൾ അതിലേക്ക് പോകും, നന്നായി കുഴിഞ്ഞു പോവുകയും ചെയ്യും. വെള്ളത്തിൽ ഷൂ നമ്മുടെ ഫുൾ നനയുകയും ചെയ്യും. പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പം പോകുന്ന വഴി നമ്മളൊരു ഹില്ല് ഇറങ്ങുന്ന പോലെയാണ് ഒരു ഫീല്. പിന്നെ എന്താണെന്നറിയില്ല, വെയിൽസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മലനിരയിൽ ഫുള്ള് നമുക്ക് ഈ ചെമ്മരിയാടിനെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ മസ്റ്റായിട്ടും പോകേണ്ടതാണ്. ഇവൻ ഒരു സ്ഥലത്ത് ഇറങ്ങിയില്ലേ പോലും അതിൽ കൂടെ ട്രാവൽ തന്നെ അടിപൊളിയാ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എലൻ വാലി കൂടെയാണ്. എലൻ വാലി എന്ന് പറയുന്നത് ഒരു സ്മോൾ വില്ലേജ് ആണ്. അതിലൊരു 6 ഡാമുകളുണ്ട്. അതിൽ ഒരു ഡാമാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഡാമിന്റെ പേര് ഗാരക് ഡു അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഇതായിരുന്നില്ല എൻ്റെ ഡെസ്റ്റിനേഷൻ. ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഞാൻ പോകുന്ന സ്ഥലമാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. അപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു ഡാമായിരുന്നെന്ന്. എനിവേ അത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്. നാച്ചുറൽ ബ്യൂട്ടി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ രാവിലെ 10:30-ക്കാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സ് തിന്നതല്ലാതെ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും വിശന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളിത് റൈഡ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത് ആലോചിക്കാൻ സമയം കിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തോ വിശന്ന് തുടങ്ങി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ഹൈവേ കൂടെയൊക്കെ വരുമ്പോൾ നമ്മൾ സർവീസ് കാണുമ്പോൾ അവിടെ ഇറങ്ങാറുണ്ട്. പക്ഷെ ഇതുപോലെയൊന്നും സർവീസുകളൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിന് വേണ്ടി സെർച്ച് ചെയ്ത് സമയം കളഞ്ഞില്ല. പക്ഷെ പിന്നെ എനിക്ക് തോന്നി കയ്യിലൊരു അറ്റ്ലീസ്റ്റ് ഒരു സാൻഡ്വിച്ചെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ നിന്ന് മേടിച്ച് നമ്മൾ പമ്പിൻ്റെ അടുത്തുള്ള കടകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും കഴിക്കാമായിരുന്നെന്ന്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഐസ്ക്രീം കണ്ടതുകൊണ്ട് അതെങ്കിൽ അത് എന്ന് വിചാരിച്ച് നമ്മൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവിടുന്ന് നമ്മൾ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഡാമിന്റെ മേലെയുള്ള ഒരു ഫ്രീ കാർ പാർക്കാണ്. അപ്പം അവിടെയാണ് എത്തിയത്. എലൻ വാലി എന്ന് പറയുന്നത് ശരിക്കും വെൽഷിന്റെ ലേക്ക് ഡിസ്ട്രിക്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതൊരു എസ്റ്റേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. 6 ഡാംസ് ഉണ്ട്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ബർമിംഗ്ഹാമിൽ നല്ല മഴയൊക്കെ ആയിരുന്നു. മഴ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി വെയിൽസിൽ എത്തിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഫുൾ വെയിലായിരുന്നു. പിന്നെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, പക്ഷേ മേലെയൊക്കെ നല്ല സഹിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ കുറേ നേരം തണുപ്പിൽ നമ്മുടെ കൈയും ഇതൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോഴത്തേനും ഉള്ളൊരു മരവിപ്പ് അത് നന്നായിട്ടുണ്ടായിരുന്നു താഴെ ചെന്നപ്പോൾ. പക്ഷെ മേലെ വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കിയാൽ എന്ത് അടിപൊളിയാണ് അല്ലേ. നമ്മൾ ശരിക്കും ഒരു വാട്ടർഫോൾ മോഡലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഫുൾ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോറി, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡാമിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നു. കാബൻ കോക്ക് ഡാം. ഇതും പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, കാരണം നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. വേറെ എവിടെയും ഇതാരും പറയുന്നത് കേട്ടിട്ടുമില്ല. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ അത് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഈ ഡാമിൻ്റെ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവർ കുറേ കല്ലൊക്കെ വെച്ചിട്ട് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഇറങ്ങാൻ പറ്റും. അധികം വലിയ കുത്തനെയുള്ളവർക്ക് അങ്ങനെയൊന്നുമല്ല, ഒരു 2 or 3 layers അങ്ങനെ ഉള്ളൂ. പക്ഷെ നമുക്ക് പതുക്കനെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇറങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ.
അവിടെ ഉള്ള ഒരു വ്യൂവും വെള്ളം വീഴുന്ന സൗണ്ടും എല്ലാം കൊണ്ടും ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അടിപൊളി, അത്രേ ഉള്ളൂ. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് വന്നില്ലെങ്കിൽ എനിക്ക് ശരിക്കും മിസ് ചെയ്തേനെ. ഇത് ഏത് സീസണിലാണ് ഇത് ഇത്ര വെള്ളമുള്ളേ എന്നൊക്കെ അറിയില്ല. പക്ഷേ ഇപ്പം എന്തായാലും നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പം ഇപ്പം കാണുന്ന അങ്ങനെ ഇതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ പോയി കണ്ടോ. ഇപ്പം ആണെങ്കിൽ അധികം തിരക്കുമില്ല, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ട് കേട്ടോ. അവിടെ ഡാമിൻ്റെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു വിസിറ്റർ സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റ് അല്ലെങ്കിൽ അവിടുത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന അതുപോലത്തെ ഒരു സംഭവം. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കൊരു മിനിമൽ ലെവലിൽ നമുക്ക് സ്നാക്സ് ഉണ്ട്, പിന്നെ ടീ കോഫി അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ട്. പക്ഷെ അത് 5 മണിക്ക് അടയ്ക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുക. അങ്ങനെയാണെങ്കിൽ കോഫിയൊക്കെ കുടിച്ച് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് നമുക്ക് അവിടെ പുറത്ത് ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇരുന്ന് അത് കുടിച്ച് ആസ്വദിച്ച് ഇരിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ മമ്മി എന്നൊക്കെ പറയില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഒരു സെറ്റപ്പാണോ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അത് ഇനി കല്ലറയാണോ എന്താണെന്നറിയില്ല. ഇതിങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കൂടി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ലൊക്കേഷനൊക്കെ ഞാൻ ഇട്ട് തരാം. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നീ വായിൽ വെച്ചാൽ മതി, ഇതൊക്കെ അതിനുള്ളതല്ലേ ഉള്ളൂ.